കിച്ചുവേ, നീ എനിക്കില്ലേർക്ക. എന്തൊരു സമയം ഞാൻ കിടന്ന് വിളിക്കുന്നു. എടാ ഒന്ന് എനിക്ക് ക്ലാസ്സിൽ പോകണ്ടേ നിനക്ക്? അമ്മ ഞാൻ പൊക്കോളാം അമ്മ, ഒന്ന് തട്ടാണ്ട് പോവൊന്നു. ചെറുക്ക, ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ. ഇനി നീ കോളേജിൽ പോകാൻ വൈകി കഴിഞ്ഞാൽ എന്നെ പറയരുത്. ഞാൻ പോവാ. ഏത് സമയത്താണോ വിളിക്കുന്നത് ഭഗവാനെ? എടാ നീ മൊബൈൽ കളിച്ച് അവിടെ ഇരിക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്കിയേ. ഇപ്പൊ തന്നെ സമയം വൈകി. ഞാൻ പോവാ. ബൈ ബൈ. അമ്മ അത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എടുത്തോളാം. കുഴപ്പമില്ലല്ലോ, ഇവിടെ വന്ന് കേറിയിട്ടൊന്ന് പോയപ്പോഴേ അമ്മയ്ക്ക് എന്താണെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതന്നെ നേരം വൈകി. ഇവിടുന്ന് അവിടെ എത്താൻ കുറച്ചധികം ദൂരമുണ്ട്. ഞാൻ പോവാ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് കുറച്ച് പേരേ ഉള്ളൂല്ലോ, എന്ത് പറ്റി? മാം, ഇന്ന് കോളേജിൽ കുറെ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ബേസിസിൽ എല്ലാവരും അവിടെ എന്തൊക്കെയോ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പോയതാ. അപ്പോ ഇനിയിപ്പോ ഇത്രയും പേരെ വെച്ച് ഞാനെങ്ങനെ ക്ലാസ് എടുക്കാം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാം. പക്ഷെ തിങ്കളാഴ്ച എല്ലാവരും പഠിച്ചിട്ട് വേണം വരാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് പറയാം. ഓക്കെ? എന്താ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നേ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? മാം, നിങ്ങൾക്ക് ഭ്രാന്താന്നാ തോന്നുന്നേ. ഒന്ന് ഗെയിമിൽ തോറ്റേല ഇവിടെ കിടന്ന് പ്രഹസനം കാണിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. എന്താണോ തന്റെ പ്രശ്നം? എന്നും തന്നെ കുറിച്ച് കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ ഈ കോളേജിൽ കിട്ടുന്നുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് തന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും കൊണ്ട് തന്ന തനിക്ക് ഉറപ്പായിട്ട് ഞാൻ TC തന്നു വിടും. ഓക്കെ മാം. TC അല്ലേ? എല്ലാവരും അവരവരുടെ ജോലി നോക്കാൻ നോക്കും. ഞാനില്ല, എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിളിച്ചിട്ട് കുറച്ചു കഴിയുമ്പോൾ ഞാൻ വന്നേക്കാം. മിസ് പൊക്കാം. നീ കേട്ടോ, ഞാനിപ്പോ വരാം. മിസ്, എന്താ കേറി വാ. നിങ്ങളാണോ? മിസ്സിനെന്താ എന്നോട് ഇത്ര ഗൗരവം പോലെ? ഒന്നും ചെയ്തില്ല. പഞ്ചപാവം കുഞ്ഞല്ലേ. അത്രയ്ക്കൊക്കെ വേണം മിസ്സേ. ഞാൻ അത്രയ്ക്ക് പഞ്ചഭാവമാണോ? പുറത്തേക്ക് പോവാൻ നോക്കി. പുറത്തേക്ക് പോകണോ അതോ ഞാൻ മിസ്സിന്റെ അടുത്തേക്ക് വരണോന്നൊക്കെ ഞാൻ തീരുമാനിച്ച പോരെ? എന്ത് ചെയ്യാൻ പോവാ? പേപ്പർ നോക്കിയായിരുന്നോ? എനിക്ക് മാർക്ക് എത്രയുണ്ട്? ഞാൻ ജയിച്ചോ? എന്തോന്ന്? താൻ ഇത് ചോദിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതേലോ മിസ്സേ, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. അല്ല, മിസ്സിന് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
അതോ എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ മിസ്സിന് പറയാനുള്ള പറഞ്ഞിട്ട് പോവാണോ? എനിക്കും കൂടി കുറച്ച് പറയണ്ട, അതുകൂടി കേക്ക് പ്ലീസ്. ഇടി കാപ്പി കുടിച്ചിട്ട് പോവാടി. എന്തായാലും ഇനി അവിടെ ചെല്ലുമ്പോ നീ ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോഴത്തേനും കുറച്ച് സമയം വൈകില്ലേ. വാ, അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ടമ്മ, ഞാൻ അവിടെ ചെന്ന് കാപ്പി കുടിച്ചോളാം. എങ്ങനെയായിരുന്നു മോളെ 3 ദിവസം വിളിച്ചാ? എന്ത് രസമായിരുന്നു അറിയാം. അവനെയൊക്കെ ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇതുപോലെ എനിക്ക് തോന്നിയില്ല അമ്മ. നല്ല രസത്തിൽ അവര് സംസാരിച്ച് ഞങ്ങള് കൊറേ സ്ഥലത്ത് പോയി. നല്ല രസമായിരുന്നു 3 ദിവസം. മോളിന്ന് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു അമ്മ. അമ്മയുടെ മോള് എന്ത് കുർത്തക്കേടെ കാട്ടിക്കൂട്ടുന്നേ. കോളേജിൽ എന്നും അടി വാങ്ങിക്കാം. എങ്ങനെയാണെങ്കിൽ മോനെ TC ഒന്നും പറഞ്ഞു വിടേണ്ട അവസ്ഥയാവും കേട്ടോ അമ്മ. എന്ത് ചെയ്യാനോ, ഇവിടെ തന്നെ ഞാൻ എങ്ങനെയാ 3 ദിവസം കുത്തിപ്പൊക്കി വിട്ടേന്ന് എനിക്ക് മാത്രം അറിയും മോളെ. ഇനിയിപ്പോൾ ശനി ഞായറൊക്കെ അല്ലേ, കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് എനിക്കാൻ വഴിയില്ല. ഫുൾ ടൈം ഗെയിം കളിയാ. എനിക്കറിഞ്ഞൂടാ ഈ ചെക്കനെ ഞാൻ എന്ത് ചെയ്യുന്നു. അന്ന് ബിസിനസ് പഠിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഡിഗ്രിക്ക് ചേർത്തിട്ട് പഠിക്കാൻ വിട്ടാൽ മതി. അപ്പം അച്ഛനും കൂടി വാശി ബിസിനസ് പഠിച്ചിട്ടേ അടങ്ങുള്ളൂ. എന്നിട്ട് ഇപ്പം എന്തായി, ആ ബിസിനസ് കഴിഞ്ഞ് ഡിഗ്രിയും കൂടി ആവശ്യമില്ലെങ്കിൽ ശരിയാവില്ലെന്ന്. ഇപ്പൊ ഗതികിട്ട് ഈ പ്രായത്തിൽ ഡിഗ്രി പഠിക്കാൻ പറ്റില്ലായിരുന്നില്ലേ? അമ്മ ഡിഗ്രി പഠിക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പ്രായം ഇതൊന്നുമില്ല. പക്ഷെ പിള്ളേരുടെ പ്രായമാണോ അങ്ങേക്ക്? അതേപോലെ ഒന്ന് ബിഹേവ് ചെയ്തൂടെ? ചുമ്മാ ഓരോ ഗെയിം തോറ്റേന്നും അതിനൊക്കെ അടയുണ്ടാക്കി ബാഗുണ്ടാക്കി നടക്കുക. നാണം കേട്ട മനുഷ്യൻ. അമ്മ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിനക്ക് എന്താടാ അവനെ വായിലിരിക്കുന്ന വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട് നീ ഇന്ന് എന്തായിരുന്നു കോളേജിൽ കാണിച്ചത്? ഇങ്ങനെ അടിയിലൊക്കെ പോകുന്നത് നിന്നെ പഠിക്കാനല്ലേ അവിടെ വിടുന്നത്? കോളേജ് എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റ്, പഠിത്തം എല്ലാം കൂടി ഉൾപ്പെട്ടതാ. എന്നോട് ചേർത്തുമ്പോ ഞാൻ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാണ്ട് ചുമ്മാ പഠിക്കാൻ മാത്രമായിട്ട് എന്തിനാ പോകുന്നത്? അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. പാട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാളുമില്ലല്ലോ അമ്മ ഞാൻ ആലോചിക്കുന്നത്. പൊളിച്ചിട്ട് കാര്യമുള്ളൂ. പുറപ്പ് പൊളിഞ്ഞാലല്ലോ. ഞാൻ എന്റെ റൂമിൽ നിന്ന് പോകുമ്പോ എന്റെ റൂം എങ്ങനെയായിരുന്നു കിടന്നത്, ഇപ്പൊ എങ്ങനെ കിടക്കുന്നത്? എന്തൊക്കെ കാറ്റ് കൂട്ടി ഇട്ടേക്കാണ്. റൂം വൃത്തിയാക്കണോ വൃത്തികെട്ടവനെ? വൃത്തിയാക്കാം. എന്റെ ഭാര്യ ഇത്രയും നല്ല വൃത്തിക്കാരിയാകുമ്പോ ഞാൻ എന്റെ അടുത്തെങ്കിലും വരണ്ടേ? ഞാൻ എന്റെ ഭർത്താവല്ലേ. വൃത്തിയുടെ കാര്യത്തിൽ മാത്രം പോരാ, പഠിപ്പിന്റെ കാര്യത്തിലും കൂടി കുറച്ചൊക്കെ ശ്രദ്ധിക്കും. പേപ്പറിനോട് മണ്ണാങ്കട്ടില്ല. അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. കോപ്പിയിലും ഞാൻ വെക്കാനും. നിങ്ങൾ എന്നാലും കോപ്പി വെച്ച് പരീക്ഷ എഴുതിയ നിങ്ങളുടെ തലമണ്ട ഞാൻ തല്ലി പൊട്ടിക്കും, അത് ഉറപ്പാ. നീ എന്താടി എന്റെ ശരീരം മൊത്തം ഉടയ്ക്കാനാണോ എന്നെ കല്യാണം കഴിച്ചത്? എനിക്ക് പ്രിയം വയ്യാത്തോണ്ട് ചോദിക്കാം. അങ്ങനെയാന്ന് വെച്ചോ, മാറിക്കോട്ടെ. ഞാൻ ഡ്രസ് എടുക്കട്ടെ. ഞാൻ എടുത്തരാം. നിനക്ക് ഏത് ഡ്രസ്സാ വേണ്ടേ? എനിക്ക് വേണ്ട ഡ്രസ് ഞാൻ എടുത്തോളാം. മാറിടും. എന്താണോ താൻ കാണിച്ചിട്ടേക്കണത്? കണ്ണോട് ഈ തുണിയൊക്കെ മര്യാദ അടിച്ചു പറിച്ചു വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ ഇതിനുള്ളിലേക്ക് കുത്തി കേട്ടാണെങ്കിൽ അത് എനിക്ക് പറ്റൂലേ? ഞാൻ ഇപ്പൊ പോയി താഴെ പോയി കാപ്പി കുടിച്ചിട്ട് വരും. അതിനുള്ളിൽ ഈ റൂം നല്ലോണം വൃത്തിയാക്കിയിരിക്കണം. ഇതിന്റെ സ്വഭാവം മാറ്റരുത് നിങ്ങള്. ഏത് നേരത്താണോ ഈ പട്ടിച്ചാത്തിന്റെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഒരു വൃത്തം
നിന്നിട്ട് മരിയൊക്കെ വൃത്തിയാക്കണോ മനുഷ്യ? ആ ചെയ്യാം. തമ്പുരാട്ടി പോയി കാപ്പി കുടിക്കും. റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. ഇതെവിടെ പോയി എന്നിട്ട്? എനിക്ക് തോന്നി ഈ റൂമിലിരുന്ന് ഗെയിം കളിക്കായിരിക്കും. എന്താ, പഠിക്കാൻ ഉദ്ദേശമൊന്നുമില്ലേ? കോളേജിൽ പോയാൽ മാത്രം പോരാ, പഠിക്കും കൂടി വേണം. എന്തെങ്കിലും മാർക്ക് വേണമെങ്കിൽ ജയിക്കണമെങ്കിലൊക്കെ. അത് ഓഫ് ചെയ്തിട്ട് വരാൻ നോക്കി. വന്ന് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ തൊട്ട് മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്കാം. ഹലോ. അവിടുന്ന് റൈറ്റ്. ഓക്കെ, ഞാൻ വരാം. ഇതിപ്പോ എങ്ങട്ടാ? അത് ഓഫ് ചെയ്തിട്ട് പോപ്പോ. ഇത് ഇങ്ങോട്ടേ പോന്നേ. ഈ റൂം ആരാ പൂട്ടിയ? ഗെയിം റൂം ആരാ പൂട്ടിയെന്ന്? ഞാനാ. മതി കളിച്ചത്. ഇനി വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. അതെന്തൊക്കെ കയ്യില്? ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തോ. നീ നമുക്കത് ആ കീ ഇങ്ങോട്ട് തന്നെ. എനിക്ക് ഇങ്ങോട്ട് താഴെ ഇങ്ങോട്ട്. ഇനി ഗെയിം ഒക്കെ കളിക്കുന്നത് നാളെ മതി. നാളെ പഠിച്ചിട്ട് ഞാൻ വരാം. ഞാൻ എന്ത് പറയുന്നു അത് കേട്ടാ മതി. മതിക്ക് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. എന്റെ സ്വഭാവം മാറ്റെടുത്തു. ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക് ബസ്സില. തമ്പുരാട്ടി 3 ദിവസം അവിടെ അല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ കിടന്ന് ഉറങ്ങി അതേപോലെ കിടന്ന് ഉറങ്ങിയാൽ മതി. എന്റെ ബസ്സിൽ എന്തിനാ നിനക്ക്? ഒത്തിരി സ്ഥലത്തിലെടുത്ത് ഒരു സാധനം ഞാൻ തരില്ല കേട്ടാ. ഇങ്ങോട്ട് തിരിയേ. ഏത് നേരത്താണോ മോനെ? അതെ, നേരം വെളുത്തു. ഒന്ന് എണീച്ചങ്ങോട്ട്. എന്ത് കൂന്ന് മര്യാദക്കങ്ങോട്ട് എണീക്കേ. അതെ, ഞാൻ കുളിച്ചിട്ട് വരും. അപ്പത്തേനും എഴുന്നേക്കൊള്ളണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. ശരിക്കും പറയണ പലവഴി വെള്ളം പോലും ഒഴിക്കുന്നേ. ഈശ്വരാ, ഇന്നലെക്കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കുളിക്കാൻ കയറിയിട്ട് ഞാൻ ഒട്ടും വരെ എഴുന്നേറ്റിട്ടില്ല. ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. നിനക്കെന്തൊരു വയ്യേ? നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഒന്ന് എണീക്കാൻ വേണ്ടിയിട്ട്? വരയ്ക്കെന്തേ? ചായ കുടിച്ചിട്ട് അപ്പൊ തന്നെ ഇരുന്ന് പഠിച്ചോളണം. കുറെ പഠിക്കാൻ തന്നിട്ടുണ്ട് ഞാൻ തിങ്കളാഴ്ചത്തേക്ക്. അത് ഈ ശനി ഞായറായിരുന്നു ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ പോക്കോ, നീ ആർക്കിലെ പോക്കോ. ഞാനിപ്പോ എനിക്കും പഠിക്കുന്നതാണ്. ബൈ. ഇതെന്നത് ഉപ്പുമാവ്? എനിക്ക് ഉപ്പുമാവൊന്നും വേണ്ട. എനിക്ക് പാസ്ത ഇരിപ്പുണ്ടമ്മ. പാസ്ത ഉണ്ടാക്കിയോളാം. അതിന് ഉപ്പുമാവിന് എന്താ കുഴപ്പം? ഉപ്പുമാവ് നല്ലതല്ലേ? ഇതൊക്കെ നല്ല തന്നെയാ, കഴിക്കാൻ കൂട്ടെ. എന്നെ ഒത്തിരി പഠിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയതാ മനുഷ്യരാണ് ഒരാക്കാനായിട്ട്. ഇതാ ഇത് കഴിക്കും. ഞാൻ വേണമെങ്കിൽ പഴം എടുത്തോണ്ട് വരാം. പഴം ഉപ്പുമാവ് നല്ല കോമ്പിനേഷനാ. ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് വേണ്ട, പ്രശ്നം തീർന്നില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താ ഉപ്പുമാവിന് കുഴപ്പം? അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇങ്ങനെ ഇത് കഴിപ്പിക്കാതെ ഞാൻ നടന്നില്ല. ഞാൻ പോയിട്ട് വരാം. ആ പഴം എടുത്തമ്മ. അവന് പറ്റിയ പെണ്ണ് തന്നെയാ. കമ്പ്യൂട്ടർ റൂമിൽ കയറാൻ പറ്റാത്തോണ്ട് ഇപ്പൊ ഫോണിലാ കുട്ടിക്കളി അല്ലേ? വരിക്കത് വെച്ചിട്ട് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടുന്നേ? കിച്ചൻ എന്റെ പൊന്നല്ലേ, ഇത് കഴിക്കും. എന്തൊരു ടേസ്റ്റ് ആണോ? ഞാൻ രാവിലെ കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കൂ. ഒരു ഇച്ചിരി കഴിക്കും. നമുക്ക് വേണമെങ്കിൽ രാത്രി പാസ്ത ഉണ്ടാക്കാം. എനിക്ക് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. അതെന്താണ് തനിക്കത് കഴിച്ചോ?
അവനിത് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി. അത്ര അഹങ്കാരം കളിക്കുന്നത്. അയ്യോ ഓപ്പി. ആ ഗുഡ് ബൈ. ഫുൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു പഴമൊക്കെ? നല്ല ടേസ്റ്റില്ലേ? ഇനി കുറച്ചും കൂടി നേരം കഴിയുമ്പോ ഞാൻ ഒന്നുകൂടെ കൊണ്ടുതരാം കേട്ടാ. അങ്ങേരുടെ ഒരു വേഷം കിട്ടും. അങ്ങനെ എന്റെ അടുത്ത് കളിക്കണേന്ന് മറന്നുകൊണ്ടൊക്കെ. എടാ അത് ഞങ്ങൾ അടുക്കളയിലേക്കായിരുന്നു. നീയായിരുന്നോ എന്താ പെട്ടത്? എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്ക് വെക്കേഷൻ ആക്കും. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലൊന്ന് പോയി നിക്കാനൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് പോകുന്നു. ഈ പട്ടിച്ചോത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നോ ചെയ്തു. സമാധാനം കളയാൻ വേണ്ടി ഓരോന്നും വന്നു. ഇവിടെ ആർക്കും എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല. അമ്മായി അവനെവിടെ? നേരെ അത് പഠിക്കുക അതോ ഗെയിം കളിക്കുക? അമ്മായി ഞാൻ കിച്ചൂനെ ഒന്ന് പോയി കണ്ടിട്ട് വരാവേ. ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ മേലെ പോയി വിളിച്ചോണ്ട് വരാം. അവിടെ ഇരുന്നു. ആ ശരി. പക്ഷേ ഞാൻ വന്നിട്ട് കാര്യം പറയുന്ന കേട്ടോ. കിച്ചു 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 എന്നതാ പിന്നെ? അത് ഞാൻ വിളിച്ചിട്ട് നാളെ വിളിയെത്താതെ എന്നോട് ദേഷ്യ രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ. ഞാൻ എന്റെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാ മാർക്ക് കിട്ടുക? നിന്റെ തലയ്ക്കാരെങ്കിലും എന്തെങ്കിലും കൊണ്ട് അടിച്ചോ? അതോ എല്ലായിടത്തും തലയെ ചുറ്റി വീണോ? എന്താ പറ്റിയ ഇത്ര സ്നേഹം? അതിങ്ങനെ എനിക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹം ഉള്ളിടത്തല്ലേ വഴക്കുണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ 27 വഴക്ക് കൂടിക്കൊണ്ട് നടക്കുന്നത്. ഒന്നുമില്ല മോളെ, നീ ഇങ്ങനെ സോപ്പ് ഇടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്താ കാര്യം? അതൊന്നുമില്ല. നിങ്ങളുടെ മറ്റേ കസിനില്ലേ സോന, അവള് വന്നിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നേ? നീല പറഞ്ഞ അവള് താഴെ ഉണ്ടത്. പോയി സംസാരിക്കാം. ഞാൻ സംസാരിച്ചതാ. എനിക്കൊന്നും സംസാരിക്കാനില്ല. വേണ്ട, നീ സംസാരിക്കണ്ട. പക്ഷെ എനിക്ക് സംസാരിക്കാണ്ട്. സോന സോന നീ സോന എന്നൊന്ന് കേട്ടാ വീണു മാങ്ങാജി കുറെ. എന്താ പഴം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടോ വായില്? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനിപ്പോ സംസാരിച്ചാലേ ശരിയാവത്തില്ല. നമ്മള് തമ്മിലേ അടിയാവും. വെറുതെ എന്തിനാ? വാ കൊടുക്കാം. കെടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ കെടുക്കുന്നത്? അയ്യോ, എന്തൊരു പാവം കുഞ്ഞാന്ന് നോക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവള് എന്റെ തല നിന്നു. എന്നിട്ട് കൊടുക്കാൻ നേരത്തെ അവക്ക് വായങ്ങോട്ട്. മോളെ ഇന്ന് ഞായറാഴ്ചയല്ലേ, സോനുമോളൊക്കെ വന്നതല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ലുലുമാളിലോ എവിടെയെങ്കിലും ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോവാം. അതിനെന്താ, പോവാലോ. അമ്മ റെഡിയാവും. എനിക്ക് കിച്ചനും കൂടെ വിളിക്കാം.
ഇതെന്തെങ്കിലും ചന്തി കൊണ്ട് കിടക്കുന്നത്? അറിഞ്ഞാണോ ദേഷ്യാണോ എന്നോട്? താൻ അങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വരുന്നത്. സോറി. നമുക്ക് പുറത്തേക്ക് പോയാലോ? ഈ മൂടയ്ക്ക് നോക്കിയാൻ വേണ്ടിയിട്ട് ബീച്ചിലുള്ള മള്ളൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി കറങ്ങിട്ട് വരാം. ചിരിച്ചോളെ. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. ഇവളെന്താ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്? അവക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ബാക്കിലിരിക്കുമ്പോ, അതുകൊണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. കിച്ചു ബാക്കിലിരുന്നു. അവിടെ നാളെ അല്ല എത്തേണ്ടത്, ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് തന്നെ വരണം. നീ ഡ്രൈവ് ചെയ്ത് ബ്ലോക്കിന്റെ ഇടയിൽ പെട്ട് പിന്നെ മെല്ലെ മെല്ലെ നിന്ന് അവിടെ എത്താനാ. വിലുമാള അടിച്ചു പോയാലും അവിടെ എത്തത്തില്ല. ഡ്രൈവിങ്ങിന് മാത്രം എന്താ കുറ്റം പറയരുത് കേട്ടല്ലോ. കൊറേ നാളും പഠിച്ച ശേഷം എനിക്കത് മര്യാദക്ക് കിട്ടിയത്. എടാ ഈ കോല് ഞാൻ മാറ്റട്ടെടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് അങ്ങോട്ട് തിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി പ്ലീസ്. എടാ മാറ്റട്ടെടാ ഞാൻ. നീ എന്തൊക്കെ ആട്ടുന്നു പെണ്ണെ? എനിക്കിതൊന്നും കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. കിച്ചോ നേരെ നോക്കിന്ന് വണ്ടി ഓടിക്കോ, പറമ്പൊന്നും ഇരിക്കില്ലെങ്കിൽ. ഈ സാധനം എനിക്ക് പേടിച്ചേരൂടാ. എടാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സാധനം. ഒന്ന് വിളിച്ചോട്ടെടാ പ്ലീസ്. പിടിക്ക്. മതിയോ? ഇഷ്ടപ്പെട്ടോ? ഏയ് നിങ്ങളിപ്പൊന്നു ചേട്ടാ എടാ സോന വന്നിട്ടുണ്ടടാ. അപ്പൊ ഞങ്ങളെല്ലാം അവളെ ഒന്ന് ലുലുമാളും അതൊക്കെ ഒന്ന് കാട്ടാൻ വേണ്ടി കൊണ്ടുപോയത്. കൊറേ നാളായില്ലേ അവളെ ഇതൊക്കെ കണ്ടിട്ട്. എല്ലാവർക്കും ഗെയിമൊക്കെ മനസ്സിലായല്ലോ. അതെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കിച്ചു നമുക്ക് ഉറങ്ങാൻ പോവാം. നാളെ ക്ലാസ് ഉള്ളതല്ലേ. ഒന്ന് ചുമ്മാ ഇരിക്കുക. ആകെ വല്ലപ്പോഴും അവര് വരുന്നതും ഒന്ന് സംസാരിക്കുന്ന ഗെയിം കളിക്കുന്നതൊക്കെ. അപ്പോഴാണ് ഒരു ക്ലാസ്. നിനക്ക് ഉറക്കം വരുന്ന നീ നോക്കോ? സത്യടി തന്നി തള്ളവേപ്പാവിളിപ്പോ. മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങോട്ട് നീങ്ങരുത്, എന്തൊക്കെ ചട്ടകളാ. ചുമ്മാ ഇരിക്കും. ഒന്ന് പോയേട്ടാ, ഞാൻ പറയും. അവള് തന്നി തള്ളവേപ്പ് തന്നെയാ. എനിക്കെന്നാ കണ്ടില്ലേ ലുക്കും തള്ളവേപ്പ് പോലെ ഇല്ലേടി? ഇല്ലേ? ഏയ് തള്ളവേപ്പേരി പോവാണോ? ഏയ് നിക്കടി. ഏയ് മിസ്സേ മിസ്സേ തള്ള മിസ്സേ. ചുമ്മാ തമ്പുരാട്ടി ഉറക്കം വരാന്ന് പറഞ്ഞിട്ട് പോന്നിട്ട് ഉറങ്ങിയില്ലായിരുന്നോ? എന്നെ വെയിറ്റ് ചെയ്യായിരുന്നോ?
മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കും. തനിക്ക് എന്താ കിട്ടിയത്? ഇതിന് മാത്രം സീൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നിനക്ക് യോജിച്ച വാക്ക് തന്നെയാ അവള് പറഞ്ഞത്. അതിനെ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ആരെയൊക്കെ എന്റെ അടുത്ത് സോറി പറഞ്ഞു. ഇനി ഞാൻ ജീവിതത്തിൽ ക്ഷമയോട് ക്ഷമിക്കില്ല. എനിക്ക് അത്രയ്ക്ക് സങ്കടമായി. കരയിപ്പിച്ചിട്ട് ചിരിക്കില്ല. എങ്ങനെയാ തനിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് എന്നെ കരയിപ്പിച്ചിട്ട്? ഭദ്രകാളി വന്നു. തള്ള ഭദ്രകാളി. തള്ള ഭദ്രകാളി തന്നെ തള്ള. അയ്യോ, അത് അമ്മയല്ലേ? എന്നാ നിന്റെ മറ്റവള്. അതാണ് കറക്റ്റ്. നീയാണത്. നീയാണോ ഭദ്രകാളി തള്ള? ഞാൻ പോവാം. പിന്നെ നീ ശരിക്കും അറിയാ? അച്ഛടാ, സോറി സോറി. എന്താ ഇപ്പൊ തന്നെ പ്രശ്നം? നീ ആരോട് വെച്ചിട്ടാ ടൂറിന്റെ പേര് കൊടുത്തത്? നീ എന്നോട് നിങ്ങൾ ചോദിച്ചോ? അറ്റ്ലീസ്റ്റ് നിനക്ക് പറയുമെങ്കിലും ചെയ്യണ്ടേ? എന്റെ ജോലിക്കാര്യത്തിന് പോകുന്ന ആവശ്യം എനിക്ക് തന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോകും. ഓ പൊക്കോ, എങ്ങടാ വെച്ച കിട്ടി എന്നൊരു പൊക്കോ. ഞാൻ എന്നെ കോളേജിൽ ഒന്ന് ആക്കി തന്നെ. രാവിലെ വെളുപ്പിന് 5:30 അവര് പുറപ്പെടുന്നത്. ഇപ്പൊ തന്നെ സമയം 5:15. 15 മിനിറ്റിൽ എനിക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. നീ എടുത്ത തീരുമാനല്ലേ? അവര് നമ്മുടെ ആരാന്ന് വെച്ചിട്ട് അഭികുമാറിന്റെ കൂടെ പോകേണ്ടത് നിന്റെ എന്താ ഉത്തരവാദിത്തം? പേരും കൊടുത്തിട്ട് വന്നിരിക്കുന്നു. തന്നെ കൂടെ പോയാൽ മതി, എന്നെ ഒന്നും നോക്കണ്ട കേട്ടോ. ഒരു ഹഗ്ഗെങ്കിലും താടോ മനുഷ്യ. വിനായക് സാറേ ഇത് വഴിയാ പോരണേന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇറക്കി തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നത്. ഉറങ്ങാണോ അവന്? ഉറക്കൊന്നും ഇല്ലപ്പോ. 2-3 ദിവസം നീ ഇവിടുന്ന് പോയ പിന്നെ അവനെ കമ്പ്യൂട്ടർ റൂമിലാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഒന്ന് വരും, അതെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ ഇരുന്ന് കളിക്കും, അവിടെ ഇരുന്ന് ഗെയിം കളിക്കും. പിന്നെ ഇറങ്ങും. ഒരു വക പഠിച്ചിട്ടില്ല, ഒരു വക കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ഫുൾ ഗെയിം കളിക്കും. ഞാൻ പറഞ്ഞ് തോറ്റെന്റെ മോളെ. എനിക്കറിയാൻ പാടില്ല. അതൊന്നുമില്ലമ്മ, എന്നോടൊന്ന് വാശിക്കെല്ലാം ചെയ്യുന്നത്. അത് ഞാനിങ്ങ് വന്നില്ലേ, ഇത് ശരിയായിക്കോളും. ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഫുഡ് എടുത്ത് വെക്കാട്ടോ. ഞാൻ മിണ്ടിയാലും മിണ്ടിയിലേക്കൊക്കെ നിനക്കെന്താ? നിനക്കൊരു പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ പോയത്. സോറി, ഇനി ഞാൻ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ട് പോവില്ല. അത് പെട്ടെന്ന് അർജന്റായിട്ട് മിസ് ഒന്ന് പോരോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താ പറയാ? അത്യാവശ്യ കാര്യങ്ങൾക്കല്ലേ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ലില്ലിയുടെ കൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് ലില്ലിയുടെ മുഖം നോക്കി ചിരിക്കാമോ? നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ അവിടുന്ന് കുറച്ച് അച്ചാറൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പറാ. എന്നോട് പറയുന്നു സംതിങ് പൊക്കോട്ട്. കഴിഞ്ഞ ആഴ്ച അവള് വീട്ടിൽ പോയിട്ട് വന്നുള്ളൂ. ഒപ്പത്തേനും അവൾക്ക് പോകണം. എന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനിപ്പോ നിനക്ക് നേരമല്ലോ. നിന്റെ ഇമെയിലേക്ക് ചേട്ടൻ കുറച്ച് ഫയൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് റീചെക്ക് ചെയ്ത് അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലാന്ന് വരുത്തിയിട്ട് അത് അവന് തിരിച്ചയക്കിട്ടോ. പെട്ടെന്ന് തന്നെ വേണം, അവൻ അർജന്റായിട്ട് പറഞ്ഞതോ. പറ്റൂല.
അങ്ങേരുമ്പോ എന്നെ നോക്കിയാൽ എന്താ കുഴപ്പം? ഇതെന്തിനാ എനിക്ക് അയച്ചിട്ട് ഞാൻ റീച്ചൊക്കെ ചെയ്യണത്? മനുഷ്യന് ഒന്നാമത് തന്നെ 2 ദിവസം അവധി കിട്ടുന്ന ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ട് പപ്പ. എന്താ പപ്പ, എന്താ പ്രശ്നം? അവൻ കുറച്ച് ഫയൽ അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് മോളെ, ഇമെയിലോട്ട്. അതൊന്ന് റീചെക്ക് ചെയ്തിട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവൻ ഇക്കണ്ണ് കാട്ടുന്നത്. ഒരു പണി എടുക്കാൻ പറ്റില്ല. പിന്നെ നീ പഠിക്കുന്നത് എന്തിനാടാ? കിച്ചു, അത് കുറച്ച് നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ, അത് മര്യാദയ്ക്ക് ചെയ്തു കൊടുത്തേ. എന്നിട്ട് പപ്പൻ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നു. ചെല്ലു, ഒരു ആപ്പ് എടുത്ത് വെച്ച് ചെയ്യാൻ നോക്കത്. ഓ ഇനി പറയണ്ട, ഞാൻ ചെയ്തോളാം. ഇവിടെ ചെയ്ത് അയച്ചാ പോരെ? അത് ചെയ്യാം. കിച്ചു, കിച്ചു, ആ തീർന്നില്ലേ പരിപാടി? ആ ഇനി ചെന്നിരുന്ന് കുറച്ചേരം ബുക്ക് എടുത്ത് വായിച്ച് വായിക്കാൻ നോക്കിയേ. ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയ പിന്നെ നേരേക്ക് ബുക്ക് എടുത്ത് വെച്ച് വായിക്കും. തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും. ഒന്ന് പോയിട്ടേ ഉള്ളൂ. ഒന്ന് പഠിത്തം മനുഷ്യപ്പോ അത് കംപ്ലീറ്റ് ആക്കിയുള്ളൂ. രണ്ടക്ഷരം വായിക്കും മനുഷ്യ. നല്ല പരീക്ഷയ്ക്ക് പാസ്സായി പോണെങ്കിൽ അതേ ഡിഗ്രി പഠിച്ച് 32 പാട്ട് കുടിയുന്ന വരെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ കേൾക്കില്ല അല്ലേ? ഞാനിപ്പോ എത്ര തവണ വന്ന് പറയുന്നു. രാവിലെ തൊട്ട് ഞാൻ പറയുന്ന അച്ഛൻ്റെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തൊട്ട്. ശരി, കാണിച്ചു തരാം. കണ്ടോടി വട്ടായോ? എനിക്ക് പരിപാടിയില്ല ഇപ്പൊ കാണിച്ചത്. ഓഫ് ചെയ്ത് താൻ ഇവിടുന്ന് ഇരിക്കില്ലല്ലോ, അപ്പൊ ഓഫ് ചെയ്യാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഓഫ് ചെയ്തത്. നിന്നോടൊപ്പം ഞാൻ കുറെ തവണയായി പറയുന്നു, എന്റെ കാര്യത്തിൽ ഒരുപാട് അധികാരം എടുക്കരുതെന്നു. ആ ഈ ഫോണിൽ കയറ്, അതൊന്നും കൂടി ഇല്ലാത്തേ ഉള്ളൂ. ഇങ്ങോട്ട് കുറഞ്ഞ അങ്ങോട്ട്. ഫോൺ എനിക്ക് തരാനാ ഞാൻ പറഞ്ഞത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതോ? ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ തല്ലോ? തല്ലോ നിങ്ങൾ എന്നെ? എന്നെ തല്ലടോ, ഒന്ന് തല്ലി കാണിക്കെടുക്കാൻ എന്നെ. കുറെ നാളായി നീ തുടങ്ങിയിട്ട്. ഞാനേ ഒരു മനുഷ്യനാ, നിന്റെ എല്ലാ കുഞ്ഞല്ല. നിങ്ങൾ എന്നെ തല്ലിയില്ല, ഇനി ഞാൻ ഒരു കാര്യത്തിൽ ഒന്നിലും ഇടപെടില്ല. എന്താ നിങ്ങളുടെ ഫോണ് പൊയ്യ തിന്നു. അവിടെ പോയി കിടക്കാനാണോ? എന്തായാലും എന്താ കുറച്ചൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു മനുഷ്യന്. തമ്പുരാട്ടിന് സോഫയിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് ഒരു യാതൊരു പ്രതീക്ഷയില്ല. വിളിക്കണോ? ഒമ്പത് മണിയായി. കർത്താവേ, ഈ പെണ്ണത് എന്നെ വിളിക്കാത്തല്ലോ. അവളെന്തേ? ഒരു കാളി മനുഷ്യനെ പറ്റിച്ചിട്ട് പോയില്ലേ? പറ്റിത്തോളൂ. അങ്ങോട്ട് ചെല്ലിട്ട് കൊല്ലുന്നു. ഇപ്പൊ തന്നെ 9:30 എനിക്ക് കാരണം എന്തെങ്കിലും കഴിക്കാതിരിക്കണ്ടോ? അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ചെറുക്കൻ്റെ ഒരു കാര്യം. നോ, അവിടെ തന്നെ നിന്നാ മതി. എത്ര പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വരണമെന്ന്. കോളേജിൽ ബെല്ലടിക്കുന്ന സമയമൊന്നും എനിക്കറിയില്ല. കാളി ഭയങ്കര കട്ട സീരിയസ് ആണെന്നാ തോന്നുന്നു. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യം, ക്യാൻറ്റീനിൽ പോവാം. എങ്ങോട്ടാണോ? പുറത്തേക്ക് പോവാനല്ല ഞാൻ പറഞ്ഞത്, അവിടെ നിന്നാ മതി. എന്നിട്ട് നോട്ട് കയ്യിൽ വെച്ച് എഴുതിയെടുക്കും. എടാ ഞാൻ ലീവ് ചെയ്യാട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ ഓഫീസിൽ? കാളി ഒതുങ്ങുന്ന ലക്ഷണം കാണുന്നില്ല.
എന്തായാലും പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും മേടിച്ചിട്ട് വരാം. ഈശ്വര കാത്തോളിയ. ഉണ്ടായിരുന്ന അമ്മ ഇന്ന് മീറ്റിംഗ്, അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ട് എത്തിയത്. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റിയില്ലായിരുന്നു. ഇനി രാവിലത്തേക്ക് എന്തെങ്കിലും ഒതുക്കി കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് കിടക്കണം. അമ്മ വിളിച്ചത് ഞാൻ ഇപ്പഴാ കണ്ടേ. ആ ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാനേ, കുറച്ച് പണിയുണ്ട്. ഞാൻ പുറത്തേക്ക് കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചതാ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. എന്ത് രസമാണ്. ഇതാ കോളിയുടെ അഹങ്കാരം നോക്കാം. നീ കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് പൂ വലിച്ചെറിഞ്ഞൊക്കെ നോക്കുന്നത്. കോളി എന്റെ മുന്നേ നീ നിൽക്കണ എന്താണ് എനിക്ക് വേണ്ടത്? ഡോയോ? ഞാൻ എപ്പോ തൊട്ടാണ് നിനക്ക് ഡോയും ടായൊക്കെ ആയി തുടങ്ങിയത്? എന്നിട്ട് ഭർത്താവ് കുറച്ച് ബഹുമാനമൊക്കെ താ. എന്താ, ഭർത്താക്കന്മാർക്ക് മാത്രമാണോ ബഹുമാനം കിട്ടുന്നുള്ളൂ? ഭാര്യമാർക്ക് കുറച്ചൊക്കെ കൊടുക്കാം. അതെങ്ങനെയാ? സ്നേഹം വേണം. സ്നേഹം ഉണ്ടായിട്ടല്ലല്ലോ കല്യാണം കഴിച്ചത്. ചുമ്മാ ആവശ്യമില്ലാത്ത ടോപ്പിക്സിലേക്കൊന്നും ഈ ചെറിയ വിഷയത്തെ കൊണ്ടുപോകരുത്. ഇന്നലെ നടന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സോറി പറയാൻ റെഡിയാണ്. സോറി. ഒരു സോറി കൊണ്ട് എല്ലാം തീരുമോ? സോറി പറഞ്ഞാൽ എല്ലാം ഒരുപോലെ ആവോ? ശരിയാവോ? എനിക്ക് തോന്നുന്നുണ്ടോ എന്നെ അടിച്ചത് അത് ശരിയാവോ? ഇന്നലെ താനെ പറ്റി പറഞ്ഞത് അതിന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്തെടുത്തോളൊക്കെ മതിയായി എനിക്ക്. ഞാൻ തന്നെ സ്നേഹിക്കുന്ന പോലെ ഒരു 10 കിട്ടി എനിക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ട്. അതെന്റെ സ്വാർത്ഥതയാണ്. പക്ഷെ അതിന് തനിക്കെന്നെ തരാൻ പറ്റില്ല. അത് ഇന്നലെ കൊണ്ട് താൻ തെളിയിച്ചത്. എനിക്കെന്റെ വീട്ടിൽ പോണം. പ്ലീസ് എടാ, ഞാൻ മനഃപൂർവ്വമല്ല. അത് പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ദേഷ്യം കൊണ്ട് പറ്റുന്നതാടാ. റിയലി സോറി. പ്ലീസ് പോവില്ല. വീട്ടിലേക്ക് മാത്രം പോകണമെന്ന് നീ പറയില്ല പ്ലീസ്. നീ എന്നെ ചെയ്തു പറഞ്ഞ അടിക്കോ തല്ലോ എന്താണെങ്കിലും നീ എന്നെ ചെയ്തോ, ഞാൻ ഒന്നും പറയാൻ വരത്തില്ല. പക്ഷെ നീ എന്നെ വിട്ടു പോകരുതടി പ്ലീസ്. എനിക്ക് നീ ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എല്ലാവർക്കും ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ അല്ലെ. ഞാനാണ് ഇപ്പൊ തന്നെ തല്ലിയെങ്കിൽ താൻ ക്ഷമിക്കോ? താൻ ഇതേപോലെ സോറി പറഞ്ഞ് ഞാൻ ക്ഷമിക്കണോ? പറയും. എനിക്ക് കുറച്ച് സമയം വേണം പ്ലീസ്. എന്നെ നിർബന്ധിക്കരുത്. എനിക്കിപ്പോ വീട്ടിൽ പോയേ പറ്റുള്ളൂ. ചെറുക്കനായിട്ട് വഴക്കിട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. നീ ഒന്ന് നോക്കിയടാ, ഇവിടെ ഇരിക്കണ എടുത്തു നോക്ക്. 2-3 ദിവസമായി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ തൊട്ട് തുടങ്ങിയതാ മൂത്തൊരു മാറ്റം. ഒരു വെള്ളത്തിയില്ല അവളുടെ മുഖത്ത്. നീ
പ്രഗ്നൻസി വല്ലതും ടെസ്റ്റ് ചെയ്തോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. കണ്ണിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഭയങ്കര വെള്ളർച്ച കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ആണെങ്കിലോ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഈശ്വരാ, അതൊന്നും ആയിരിക്കില്ലേ? ഈ പടങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് മൂന്ന് വേണ്ടി വരും. ഇതെന്തിനാ സംഭവിച്ചത്? നീ വിളിച്ചു പറയില്ല നീനെ? ഞാൻ വിളിക്കണ്ടല്ലോ. വേണ്ട, ഞാൻ വിളിച്ചോളാം. അമ്മയ്ക്ക് എന്തിനാ ചേട്ടാ? അതൊക്കെ കൺഫേം ചെയ്തിട്ടൊക്കെ പറഞ്ഞാൽ മതി. ആരെപ്പോ ഒന്ന് വിളിച്ചൊന്നും പറയണ്ട. ഒന്ന് പോയി വേണേ, അവിടെ ഒരുങ്ങിട്ടാണ് പോവാൻ. അവരുടെ അടുത്ത് പറയാതിരിക്കാൻ എങ്ങനെയാ? ഇത്രയും സന്തോഷത്തായി. അമ്മ എന്ത് പറ്റുന്നു? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ മോനെ. മോള് പറയൂ. നീ എന്തൊന്നും പറയാത്ത? കുറെ നേരമായില്ലേ? ഓ, ഇയാള് വായിക്കാത്തപ്പോ നാവൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ട്. വേറൊന്നുമില്ല. ഡിഗ്രി എന്തായാലും ഈ വർഷം കഴിയല്ലേ. ഞാൻ പുതിയൊരു കോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് താൻ ജോയിൻ ചെയ്യണം. അത്രേ ഉള്ളൂ. ഞാനിനി പഠിക്കാനൊന്നും പോകില്ല. അതല്ലോ, എനിക്ക് പയ്യടി. ഞാൻ കമ്പനിയിൽ കയറിത്തോണം. ഈടെ മണ്ടൂസേ, അതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നിങ്ങൾക്ക് പ്രമോഷനായെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഭർത്താവിൽ നിന്ന് അച്ഛനിലേക്കുള്ള പ്രമോഷൻ. മനസ്സിലായോ? സത്യാണ് പറയണം. അല്ല കള്ളം. എന്തേ? Thank you so much. Love you. Sorry. ഇപ്രാവശ്യത്തേക്ക് മാത്രമായിട്ട് ഞാനൊന്ന് ക്ഷമിക്കാം. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ച എന്റെ ഇതായിരിക്കില്ല, ഇതിനപ്പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാട്ടില്ലേ? ആ ശരി, ഞാൻ എന്റെ സന്തോഷം കാണിക്കുമ്പോൾ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെന്താ? ഞാൻ പോവാം. തന്നോട് സ്നേഹമില്ലാതെ ഞാൻ പറഞ്ഞു. അങ്ങനല്ല എന്നോട് നീ എനിക്ക് പരവിക്കൂലേ? അല്ലെങ്കിൽ അത് തന്നെയാ നല്ലത്. മിണ്ടാതിരിക്കുമ്പോഴേ എനിക്കെന്റെ ഭാര്യയുടെ കൂടെ കുറെ നേരം ഇരിക്കാലോ.
എനിക്കെന്റെ കുഞ്ഞാണ് വലുത്. വേണ്ട ചക്കരെ, അമ്മ ചുമ്മാ പറഞ്ഞാലേ. ഞാൻ എന്തെങ്കിലും വായി നോക്കിയാ അല്ലേ? വാ. എന്നെ കൂടി ഒന്ന് കൂട്ടടി നിങ്ങളുടെ കൂടെ. കോഴിനെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടാല്ലേ? അങ്ങനെ ഞാൻ ആ ആ